മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. വിങ്സ് അക്കാഡമിയുടെ പുതിയൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഇയർബഡ്സ് ഒക്കെ എപ്പോഴും ധരിച്ച് ഇയർബഡ്സ് ഒക്കെ വെച്ച് നമ്മൾ പാട്ട് കേട്ട് അങ്ങനെ നടക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ നമ്മളോടുള്ളൊരു ക്വസ്റ്റ്യൻ പോലാണ് ഈ ഒരു ചോദ്യം ഉള്ളത്. അതായത് ഈ ഇയർബഡ്സ് ഒക്കെ ധരിച്ച് ഇപ്പൊ ഞാനൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മിക്കപ്പോഴും ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇയർബഡ്സ് ധരിച്ചാണ് ഇരിക്കാറ്. അപ്പൊ ഈ ഇയർബഡ്സ് ഒക്കെ ധരിച്ചിരിക്കുന്നത് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കുന്നത് അതൊക്കെ നല്ലതാണോ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു എസ്സേയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ ചാപ്റ്ററിലോട്ട് പോവാം. ഈ ഒരു ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നെങ്കിലും ഇത് സിമ്പിൾ ആണ്. അപ്പൊ മിസ് ഈ ഒരു സമ്മറിയിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ്രൂ മൈക്കൽ സുലിയൻസ് ആർട്ടിക്കിൾ is society that talks about how technology, especially Apple products, has taken over people's lives. Okay, അതായത് ആൻഡ്രൂ മൈക്കലിന്റെ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത്, ഈ സൊസൈറ്റി ഡെഡ് എന്ന് പറയുന്ന ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് എന്താണ്? ടോക്സ് അബൌട്ട് ഹൗ ടെക്നോളജി, എസ്പെഷ്യലി ആപ്പിൾ പ്രൊഡക്ട്സ്, ടെക്നോളജി എങ്ങനെയാണ്, മെയിൻ ആയിട്ട് ഏത് പ്രൊഡക്ട്സ് ആണ്, ആപ്പിൾ പ്രൊഡക്ട്സ് എങ്ങനെയാണ് മറ്റുള്ളവരുടെ ലൈഫിനെ ടേക്ക് ഓവർ ചെയ്യുന്നത്, അവരുടെ ലൈഫിനെ എങ്ങനെയാണ് അവർ കവർന്നെടുക്കുന്നത് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഹി ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ് വാക്കിംഗ് ഇൻ ന്യൂയോർക്ക്. അദ്ദേഹം ഈ ന്യൂയോർക്കില് ന്യൂയോർക്കിൽ അവിടെ നടന്നപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഇതിൽ പറയുന്നത്. വേർ ഹി സീസ് പീപ്പിൾ വെയർ ഇയർബഡ്സ് ഇഗ്നോറിംഗ് എവരിവൺ അറൌണ്ട് ദം. ഓക്കെ, അപ്പൊ അവിടെ ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴും ഇയർബഡ്സ് വെച്ചിട്ടാണ് നടക്കുക. എല്ലാവരും ഇഗ്നോർ ചെയ്തുകൊണ്ട് എപ്പോഴും ഇയർബഡ്സ് വെച്ചിട്ടാണ് ആൾക്കാർ എപ്പോഴും നടക്കുക. ഓക്കെ, ദേ സ്റ്റക്ക് ഇൻ ദെയർ ഓൺ വേർഡ്. അവരെല്ലാവരും അവരുടെ ഓൺ വേർഡിൽ സ്റ്റക്ക് ആണ്. ലിസണിങ് ടു മ്യൂസിക് ആൻഡ് നോട്ട് റെസ്പോണ്ടിങ് ടു അതേഴ്സ്. ഓക്കെ, പിന്നെ പറയുന്ന കാര്യമാണ് അവരെപ്പോഴും മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്, മറ്റുള്ളവർ ചോദിക്കുന്നതിന് ഒന്നും എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. ദ ഓതർ ഈസ് ഓൾസോ ഗിൽറ്റി ഓഫ് ദിസ്. അപ്പൊ നമ്മുടെ ഓതറും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഹി ഈസ് ഡൂയിങ് ദ സെയിം തിങ്. അദ്ദേഹം ഈ ഒരു ഇയർബഡ്സ് വെച്ചിട്ടാണ് നടക്കുക. അപ്പൊ അദ്ദേഹം ഈ ഒരു സെയിം തിങ് ചെയ്തതിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ഒരു ഗിൽറ്റി ഉണ്ട്. ഓക്കെ, ഹി റിമെമ്പർ സ്റ്റാർട്ടിംഗ് വിത്ത് എ വാക്ക്മാൻ ആൻഡ് ദെൻ മൂവിംഗ് ടു MP3 പ്ലെയർ ആൻഡ് ഫൈനലി ഗെറ്റിംഗ് ആൻ ഐപാഡ്. അപ്പൊ അദ്ദേഹം ഇപ്പോഴും ആലോചിക്കുന്നത് ഒരു വാക്ക്മാനിൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു MP3 പ്ലെയറിലോട്ടായി, പിന്നെ ഒരു ഐപാഡിലോട്ടായി. അപ്പൊ അദ്ദേഹം ആ ഒരു അപ്ഡേഷൻ ആലോചിക്കുകയാണ്, ഞാൻ അതിൽ നിന്ന് തുടങ്ങി ഇതിൽക്കായി. ഓക്കെ, വിച്ച് ഹാസ് ബിക്കം ആൻ ഒബ്സഷൻ. അത് എന്തായിട്ട് മാറി, അദ്ദേഹത്തിന് ഒരു ഒബ്സഷൻ ആയിട്ട് മാറി. പീപ്പിൾ നൗ ഹാവ് ഡോണ്ട് ആസ്ക്, ഡോണ്ട് ഓവർഹിയർ, don't observe attitude, and technology has given them a personal universe. Okay, അപ്പൊ പീപ്പിളിന്റെ എപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് ആസ്ക്, എന്നോടൊന്നും ചോദിക്കരുത്, ഞാൻ കേൾക്കുന്ന പാട്ട് ആരും ഓവർഹിയർ ചെയ്ത്, ആരും ഒളിഞ്ഞു കേൾക്കരുത്, എന്നെ ആരും ഒബ്സർവ് ചെയ്യരുത് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് ആർക്കുള്ളത്, പീപ്പിളിനുള്ളത്. അതെന്താണ് മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടെക്നോളജിയാണ് അവരുടെ യൂണിവേഴ്സ്, അതിൽ ആരെയും കടന്നു വിടാൻ ആരും സമ്മതിക്കില്ല, പീപ്പിൾ സമ്മതിക്കില്ല എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ഓക്കെ, the other things people are missing out on life's simple joys, conversation, laughter and other sounds. അപ്പോൾ നമ്മുടെ ഓതർ തിങ്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും ഈ പാട്ട് കേട്ടിരിക്കുന്ന ആൾക്കാർ നമ്മളുടെ വേൾഡിലുള്ള കോൺവെർസേഷൻസും ലാഫ്റ്ററും അതേപോലെ തന്നെ സൗണ്ട്സ് ഒക്കെ മിസ് ചെയ്യാണെന്നാണ് പറയുന്നത്. അവരുടെ ലൈഫിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് മസ്റ്റ് ബി ഷെയർഡ് എക്സ്പീരിയൻസ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ നമ്മൾ ഇങ്ങനെ പല സ്ഥലത്ത് മ്യൂസിക് കോൺസേർട്ടുകൾ അങ്ങനെ കേൾക്കാനൊക്കെ പോകും. അപ്പൊ അവിടെ ഓരോ ആൾക്കാർ എന്തുണ്ടാവും, കുറെ ആൾക്കാർ വന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് പോരുന്ന ഒരു സംഭവമായിരുന്നു മ്യൂസിക് എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് നൗ ഇറ്റ്സ് എ പേഴ്സണൽ സീക്രട്ട്. പക്ഷെ ഇപ്പൊ മ്യൂസിക് പേഴ്സണൽ സീക്രട്ട് ആണ്. നമുക്കിതിൽ കാണാൻ പറ്റും നമ്മളുടെ ഫേവറേറ്റ് മ്യൂസിക്കിന്റെ ഒരു ലൈക്ക്ഡ് സെക്ഷൻസ്, ലൈക്ക്ഡ് സോങ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ ചിലർക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇവിടെ മീൻ ചെയ്യുന്നുണ്ട്. ഹി ബിലീവ്സ് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻ ഈസ് ക്ലൗഡിംഗ് ഔട്ട് പീപ്പിൾസ് തോട്ട്സ് ആൻഡ് ഈവൻ ബോർഡം ഹാസ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. അപ്പോ ആൾക്കാര് പറയുകയാണെന്ത്, മറ്റുള്ളവർക്ക് ഇപ്പൊ മനുഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ ബോറടിച്ച് തുടങ്ങി, അവർക്ക് എപ്പോഴും മതി, മ്യൂസിക് മതി എന്നാണ് നമ്മുടെ ഓതർ പറയുന്നത്. ഓക്കെ, ദ ഓതർസ് പെർസ്പെക്റ്റീവ് ചേഞ്ചസ് വെൻ ഹി ലീവ്സ് ഹിസ് ഐപോഡ് ബിഹൈൻഡ് ഓൺ എ ട്രിപ്പ് ആൻഡ് സ്റ്റാർട്ട് നോട്ടീസിങ് ദ സൗണ്ട്സ് അറൌണ്ട് ഹിം അഗൈൻ. അങ്ങനെ ഈ ഒരു ഓതറിന്റെ പെർസ്പെക്റ്റീവ് ഒക്കെ മൊത്തത്തിൽ മാറുന്നത് എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇദ്ദേഹം ഒരു പ്രാവശ്യം ഒരു ട്രിപ്പിന് പോയപ്പോൾ ഇയാളുടെ ഐപാഡ് എടുക്കാതെ പോയി. അപ്പോൾ അവിടെ വെച്ച് ആദ്യം ഇതിന് ഭയങ്കര അയ്യോ ഐപാഡ് എടുത്തില്ല, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ ഹെഡ്സെറ്റ് എടുത്തില്ലെങ്കിൽ ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും അല്ലെ. ഒരു ദൂരയാത്രയ്ക്ക് പോവാണ്, ബസ്സിലാണ് പോണത്, ഹെഡ്സെറ്റ് എടുത്തില്ല, അയ്യോ എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഓതറും എന്ത് ചെയ്യുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തുകൊണ്ടും അവിടെയുള്ള സൗണ്ട്സുകളൊന്നും കേട്ടുകൂടാ. അപ്പൊ ഇദ്ദേഹം സ്റ്റാർട്ട് നോട്ടീസിങ് ദ സൗണ്ട്സ് അറൌണ്ട് ഹിം അഗൈൻ. അതായത് അദ്ദേഹത്തിന് ചുറ്റുമുള്ള സൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. ദ എയർപ്ലെയിൻ സൗണ്ട്സ്, അവിടെയുള്ള സൗണ്ട്സുകളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ദ എയർപ്ലെയിൻ സൗണ്ട്സ്, ടാക്സി ഡ്രൈവേഴ്സ് ഒപ്പീനിയൻസ് ആൻഡ് മോർ. അതായത് എയർപ്ലെയിൻ സൗണ്ടും ടാക്സി ഡ്രൈവേഴ്സ് തമ്മിലുള്ള സംസാരം, അവരെന്താണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങോട്ട് ചോദിക്കുന്നതും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇദ്ദേഹം കേൾക്കാനായിട്ട് തുടങ്ങി. ഓക്കെ,
he realizes how connected people are and how technology has affected society. അപ്പൊ അദ്ദേഹത്തിന് അപ്പൊ ഒരു കാര്യം മനസ്സിലാവുന്നത് പീപ്പിൾസ് ഒക്കെ എങ്ങനെ കണക്റ്റഡ് ആണ്, അത് മാത്രമല്ല എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി സൊസൈറ്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലാവാണ്. he is admitting that he is also addicted to technology and is highlighting its negative impact on society. Okay, അപ്പോ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ടെക്നോളജിക്ക് അഡിക്റ്റ് ആണ്, പക്ഷെ എന്നാലും ആ ഒരു ടെക്നോളജി സൊസൈറ്റിക്ക് ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഭാഗമാണ്. ഇൻ സിമ്പിൾ ടേംസ് the author is saying that technology is making people self-centered and they are losing touch with world around them. Okay, അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ഒരു എസ്സേയുടെ സിമ്പിൾ ആയിട്ട് ഒരു തീം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓതർ പറയുകയാണെന്ത്, ടെക്നോളജി ഈസ് മേക്കിംഗ് പീപ്പിൾ സെൽഫ് സെന്റേർഡ്. ടെക്നോളജി എന്താണ്, ആൾക്കാരെ ഒറ്റപ്പെട്ടിരിക്കുന്ന സെൽഫ് സെന്റേർഡ് ആയിട്ട് നിർത്താണ്. ആൻഡ് ദേ ആർ ലോസിംഗ് ടച്ച് വിത്ത് ദ പീപ്പിൾ അറൌണ്ട് ദം. അവരെന്താണ് ചുറ്റുമുള്ള ആൾക്കാർ തമ്മിലുള്ള ടച്ചിങ്, അവരെന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് ഇല്ലാതാക്കുകയാണെന്ന് പറയാണ്. ഹി ഈസ് എൻകറേജിംഗ് പീപ്പിൾ ടു ലുക്ക് beyond these screens and reconnect with others. അപ്പോ നമ്മളുടെ ഓതർ എൻകറേജ് ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീൻസിൽ നിന്നൊക്കെ മാറി മറ്റുള്ള ആൾക്കാരോടും എന്താണ് കണക്റ്റഡ് ആവണം, അവരോടും എന്ത് ചെയ്യണം, ഇടപഴകാനാണ് നമ്മളുടെ ഓതർ പറയുന്നത്. ഓക്കെ, the author's experience shows that there is more life to than just personal devices and it's time to take back control from technology. അപ്പൊ ഓതറിന്റെ എക്സ്പീരിയൻസുകൾ കാണിച്ച് നമ്മളോട് പറഞ്ഞിരുന്ന കാര്യമാണെന്ത്, നമ്മുടെ ലൈഫ് എന്താണ്, ഈ ഒരു പേഴ്സണൽ ഡിവൈസസ് മാറ്റി വെക്കണം, നമ്മുടെ ലൈഫിൽ നിന്ന് ഈ ഒരു പേഴ്സണൽ ഡിവൈസസ് മാറ്റി വെക്കണം. അത് മാത്രമല്ല ആൻഡ് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഫ്രം ടെക്നോളജി. നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെക്നോളജിയിൽ നമുക്ക് എന്ത് വേണം, ഒരു കൺട്രോൾ വേണം എന്നാണ് നമ്മുടെ ഈ ഒരു ഓതർ മെയിൻ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ആയിട്ടുള്ള സമ്മറി ഇതാണ്. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററും ആണ്. നിങ്ങൾ ഭയങ്കര ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കണം എന്നില്ല, ഈ ഒരു സമ്മറി കറക്റ്റ് ആയിട്ട് പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.